ഹലോ ഫ്രണ്ട്സ്, അടുത്ത ദിവസം അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് കേരള ജയിൽ വകുപ്പും ഘടനയും പ്രവർത്തന രീതികളും എന്ന ടോപ്പിക്കിന്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ക്ലാസ് അവസാനം വരെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതികളും എന്ന ടോപ്പിക്കിന്റെ റിവിഷൻ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് പോയിന്റ്, ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് ജയിൽ ഭരണം ഉൾക്കൊള്ളുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ജയിൽ ഭരണം ഉൾക്കൊള്ളുന്നത്. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് ജയിൽ ഭരണം ഉൾക്കൊള്ളുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ജയിൽ ഭരണം ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ജയിൽ ഭരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ്. പഠിച്ചു വെക്കണേ, ജയിൽ ഭരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഒന്നുകൂടെ പറയാം, ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ജയിൽ ഭരണം ഉൾക്കൊള്ളുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ജയിൽ ഭരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ് ഉള്ളത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, കേരള ജയിൽ വകുപ്പിന്റെ ആസ്ഥാന കാര്യാലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂജപ്പുര, തിരുവനന്തപുരത്താണ്. കേരള ജയിൽ വകുപ്പിന്റെ ആസ്ഥാന കാര്യാലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂജപ്പുര, തിരുവനന്തപുരം. കേരള ജയിൽ വകുപ്പിന്റെ തലവനെ വിളിക്കുന്ന പേരെന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. പഠിച്ചു വെക്കണേ, കേരള ജയിൽ വകുപ്പിന്റെ തലവനെ വിളിക്കുന്ന പേരെന്താണ്? അഥവാ ജയിൽ DGP വിളിക്കുന്ന ഒരു പേരാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. അതോടൊപ്പം തന്നെ നിലവിലെ കേരള ജയിൽ വകുപ്പ് മേധാവി ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ബൽറാം കുമാർ ഉപാധ്യായ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ്? കേരളത്തിലെ നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ. ബൽറാം കുമാർ ഉപാധ്യായയാണ് നിലവിലെ കേരള ജയിൽ വകുപ്പ് DGPയും അതുപോലെ തന്നെ കേരള ജയിൽ വകുപ്പ് മേധാവിയും ആയിട്ട് വരുന്നത് ബൽറാം കുമാർ ഉപാധ്യായ. അടുത്ത പോയിന്റിലോട്ട് പോവാം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. 1861 മുതലുള്ള ജയിലാണ്. ഇപ്പോഴും അത് പൊളിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. 1861 നിർമ്മിച്ചത്. കേരളത്തിലെ ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ്. 1869 പള്ളിക്കുന്നിലാണ്. അപ്പൊ പഠിച്ചു നോക്കണം, കേരളത്തിലെ ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ പള്ളിക്കുന്നിലാണ്. 1869 അത് നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ജയിലും കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ജയിലും കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അപ്പൊ പഠിച്ചു വെക്കണം, ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. 1861 അത് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ്. പള്ളിക്കുന്നിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. 1869 അത് നിർമ്മിച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ജയിൽ കൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അടുത്ത പോയിന്റ്, കേരളത്തിലെ നിലവിലെ സെൻട്രൽ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 4 സെൻട്രൽ ജയിലുകളാണ് നിലവിൽ കേരളത്തിലുള്ളത്. പഠിച്ചു വെക്കണേ. അപ്പൊ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം, നിലവിൽ കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളാണ് ഉള്ളതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 4 സെൻട്രൽ ജയിലുകളാണ് നിലവിൽ കേരളത്തിലുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കേരളത്തിൽ നിലവിൽ 4 സെൻട്രൽ ജയിലുകളും കറക്ഷണൽ ഹോമുകളുമാണ് ഉള്ളത്. അതായത് സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോമുകളാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ടിവിയിലും സിനിമയിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. പൂജപ്പുര സെൻട്രൽ ജയിൽ എന്ന് കേട്ടിട്ടുണ്ടാവും. 1 പൂജപ്പുര സെൻട്രൽ ജയിൽ തിരുവനന്തപുരം, 2 വിയ്യൂർ സെൻട്രൽ ജയിൽ തൃശ്ശൂര്, 3 കണ്ണൂർ സെൻട്രൽ ജയിലും അതുപോലെ തന്നെ 4മത്തേതാണ് മലപ്പുറം സെൻട്രൽ ജയിൽ. തവനൂരിലുള്ള മലപ്പുറം സെൻട്രൽ ജയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കേരളത്തിൽ നിലവിൽ എത്ര സെൻട്രൽ ജയിലുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 സെൻട്രൽ ജയിലുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് പൂജപ്പുര സെൻട്രൽ ജയിൽ തിരുവനന്തപുരം, 2മത്തേത് വിയ്യൂർ സെൻട്രൽ ജയിൽ തൃശ്ശൂര്, 3മത്തേത് കണ്ണൂർ സെൻട്രൽ ജയിൽ, 4മത്തേത് തവനൂർ സെൻട്രൽ ജയിൽ മലപ്പുറം കേട്ടോ. തവനൂർ സെൻട്രൽ ജയിൽ മലപ്പുറം കേട്ടോ. അപ്പൊ ഇത്രയും പഠിച്ചു നോക്കണം. ഏതൊക്കെയാണ്? പൂജപ്പുര സെൻട്രൽ ജയിൽ തിരുവനന്തപുരം, വിയ്യൂർ സെൻട്രൽ ജയിൽ തൃശ്ശൂര്, പള്ളിക്കുന്ന് സെൻട്രൽ ജയിൽ അഥവാ കണ്ണൂർ സെൻട്രൽ ജയിൽ, 4മത്തേത് തവനൂർ സെൻട്രൽ ജയിൽ മലപ്പുറം എന്നിവിടങ്ങളിലാണ് ഈ ഒരു ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം
സ്ഥാപിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. തവനൂർ സെൻട്രൽ ജയിലാണ്. മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിലാണ്. 2022 ജൂൺ 12 ഇത് സ്ഥാപിച്ചത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം നമ്മൾ. ഈ പൂജപ്പുര സെൻട്രൽ ജയിലായിക്കോട്ടെ, വിയൂർ സെൻട്രൽ ജയിലായിക്കോട്ടെ, കണ്ണൂർ സെൻട്രൽ ജയിലായിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു സെൻട്രൽ ജയിലൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തവനൂർ സെൻട്രൽ ജയിലിന്റെ പ്രത്യേകത എന്താണ്? കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം സ്ഥാപിച്ച ആദ്യ സെൻട്രൽ ജയിലാണ് തവനൂർ സെൻട്രൽ ജയിൽ. 2022 ജൂൺ 12 തവനൂർ സെൻട്രൽ ജയിൽ ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അപ്പൊ ഈ ഒരു തവനൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ ആകൃതിയിൽ പഠിച്ചു വെക്കണേ. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ യു ആകൃതിയിൽ 3 നിലകളിലായാണ് ഈ ജയിൽ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. പഠിച്ചു വെക്കണം. ഒന്നുകൂടെ പറയാം. ഈ ഒരു തവനൂർ സെൻട്രൽ ജയിലിന്റെ പ്രത്യേകത എന്താണ്? അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ യു ആകൃതിയിൽ 3 നിലകളിലായാണ് ഈ ഒരു ജയിൽ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം 706 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇതിൽ ട്രാൻസ്ജെൻഡേഴ്സിനായി പ്രത്യേക സെല്ലുകളും ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം സ്ഥാപിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിലാണ്. 2022 ജൂൺ 12 ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു തവനൂർ സെൻട്രൽ ജയിലിന്റെ പ്രത്യേകത എന്താണ്? അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ യു ആകൃതിയിൽ 3 നിലകളിലായാണ് ഈ ഒരു ജയിൽ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം 706 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇതിൽ ട്രാൻസ്ജെൻഡേഴ്സിനായി പ്രത്യേക സെല്ലുകളും ഒരുക്കിയിട്ടുണ്ട്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള ജയിൽ വകുപ്പിന്റെ കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഓപ്പൺ ജയിലുകളുടെ എണ്ണം എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നിലവിൽ ഇപ്പോൾ 3 ഓപ്പൺ ജയിലുകളാണുള്ളത്. അതായത് കേരളത്തിലെ തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ് ആകെയുള്ളത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഓപ്പൺ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോം നെട്ടുകാൽ-തേരി തിരുവനന്തപുരം ആണ് ഒന്നാമത്തേത്. അത് 1962 നിർമ്മിച്ചത്. രണ്ടാമത്തേത് ഓപ്പൺ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോം ചീമേനി കാസർഗോഡ് 2007 സ്ഥാപിച്ചത്. മൂന്നാമത്തേത് വുമൺ ഓപ്പൺ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോം പൂജപ്പുര തിരുവനന്തപുരം 2013 സ്ഥാപിച്ചത്. അപ്പൊ പഠിച്ചു നോക്കണം. കേരളത്തിലെ ഓപ്പൺ ജയിലുകളുടെ എണ്ണം, അതായത് കേരളത്തിലെ നിലവിലെ തുറന്ന ജയിലുകളുടെ എണ്ണം 3 തുറന്ന ജയിലുകളാണ് കേരളത്തിലുള്ളത്. ഏതൊക്കെയാണ്? ഓപ്പൺ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോം നെട്ടുകാൽ-തേരി, രണ്ടാമത്തേത് ചീമേനി കാസർഗോഡ്, മൂന്നാമത്തേത് പൂജപ്പുര തിരുവനന്തപുരം. ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. കേരളത്തിലെ പുരുഷന്മാർക്കായുള്ള തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 2 തുറന്ന ജയിലുകളാണുള്ളത് കേട്ടോ. പഠിച്ചു വെക്കണേ, തമ്മിൽ തിരിഞ്ഞു പോകല്. അപ്പൊ പഠിച്ചു നോക്കണം. കേരളത്തിലെ ഓപ്പൺ ജയിലുകൾ അഥവാ കേരളത്തിലെ തുറന്ന ജയിലുകളുടെ എണ്ണം ടോട്ടല് 3 തുറന്ന ജയിലുകളാണുള്ളത്. അതിൽ തന്നെ 2 പുരുഷന്മാർക്കും 1 സ്ത്രീകൾക്കുമാണുള്ളത്. കണക്ട് ചെയ്തോണേ. കേരളത്തില് മൊത്തത്തിലുള്ള തുറന്ന ജയിലുകളുടെ എണ്ണം അഥവാ ഓപ്പൺ ജയിലുകളുടെ എണ്ണം 3 അതിൽ 2 ജയിലുകൾ പുരുഷന്മാർക്കായുള്ള തുറന്ന ജയിലും 1 ജയില് സ്ത്രീകളുടെ തുറന്ന ജയിലുമാണ്. അപ്പൊ നോക്കാം നമുക്ക്. കേരളത്തിലെ പുരുഷന്മാർക്കായുള്ള തുറന്ന ജയിലുകളുടെ എണ്ണം 2 കേരളത്തിലെ പുരുഷന്മാർക്കായുള്ള തുറന്ന ജയിലുകളുടെ എണ്ണം ഏതൊക്കെയാണ്? നെട്ടുകാൽ-തേരിയും ചീമേനിയുമാണ്. നെട്ടുകാൽ-തേരി സ്ഥാപിച്ചത് 1962 ചീമേനി സ്ഥാപിച്ചത് 2007 കേട്ടോ. അറിഞ്ഞിരിക്കണേ. ഒന്നുകൂടെ പറയാം. കേരളത്തിലെ പുരുഷന്മാർക്കായുള്ള തുറന്ന ജയിലുകളുടെ എണ്ണം 2 ഏതൊക്കെയാണ്? നെട്ടുകാൽ-തേരിയും ചീമേനിയും. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ ഏക സ്ത്രീകൾക്കായുള്ള തുറന്ന ജയിൽ ഏതാണ്? പൂജപ്പുര ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. 2013 പൂജപ്പുര തുറന്ന ജയിൽ സ്ഥാപിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം. സംസ്ഥാനത്തെ ഏക സ്ത്രീകൾക്കായുള്ള തുറന്ന ജയിൽ ഏതാണ്? പൂജപ്പുര തുറന്ന ജയിലാണ്. അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യ വനിതാ തുറന്ന ജയിൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു പൂജപ്പുര സ്ത്രീകൾക്കായുള്ള തുറന്ന ജയിൽ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. കേരളത്തിലെ ഓപ്പൺ ജയിലുകളുടെ എണ്ണം 3 ഏതൊക്കെയാണ്? നെട്ടുകാൽ-തേരി തിരുവനന്തപുരം, രണ്ടാമത്തെ ഏതാണ്? ചീമേനി കാസർഗോഡ്, മൂന്നാമത്തെ പൂജപ്പുര തിരുവനന്തപുരം ആണ്. കേരളത്തിലെ മൊത്തത്തിലുള്ള തുറന്ന ജയിലുകളുടെ എണ്ണം 3 നെട്ടുകാൽ-തേരി, ചീമേനി, പൂജപ്പുര. അതോടൊപ്പം തന്നെ കേരളത്തിലെ പുരുഷന്മാർക്കായുള്ള തുറന്ന ജയിലുകളുടെ എണ്ണം 2 നെട്ടുകാൽ-തേരിയും ചീമേനിയും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഏക സ്ത്രീകൾക്കായിട്ടുള്ള തുറന്ന ജയിൽ പൂജപ്പുര മാത്രമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ വനിതാ തുറന്ന ജയിലു എന്ന പേരും ഈ ഒരു പൂജപ്പുര വുമൺ തുറന്ന ജയിൽ, സ്ത്രീകൾക്കായുള്ള പൂജപ്പുര തുറന്ന ജയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ വനിതാ തുറന്ന ജയിൽ കൂടിയാണ് കേട്ടോ. അടുത്ത പോയിന്റിലോട്ട് പോവാം.
ഇപ്പൊ ചാനൽ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പോയിന്റ്, നമ്മൾ എന്താണ് ഈ തുറന്ന ജയിലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നല്ല നടപ്പിന് ശിക്ഷ ഇളവ് ലഭിക്കുന്ന തടവുകാരെ സാധാരണയായി പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ്? തുറന്ന ജയിൽ. നമുക്കറിയാം എന്താണ് തുറന്ന ജയിൽ. നമുക്കിപ്പം എന്താണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോവിന്ദച്ചാമിയെ കൊണ്ട് തുറന്ന ജയിലിൽ കൊണ്ടിടാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്താണ് നല്ല നടപ്പിന് നല്ല സ്വഭാവം, നല്ല ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമുക്ക് തുറന്ന ജയിലിൽ കൊണ്ടിട്ട് ഇടാൻ സാധിക്കുന്നത് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. നല്ല നടപ്പിന് ശിക്ഷ ഇളവ് ലഭിക്കുന്ന തടവുകാരെ സാധാരണയായി പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. തുറന്ന ജയിലിലാണ്. ഒന്നുകൂടെ പറയാം, നല്ല നടപ്പിന് ശിക്ഷാ ഇളവ് ലഭിക്കുന്ന തടവുകാരെ സാധാരണയായി പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ്? തുറന്ന ജയിലിലാണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ്, കേരളത്തിലെ വനിതാ ജയിലുകളുടെ എണ്ണം എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. കേരളത്തിൽ നിലവിൽ 3 വനിതാ ജയിലുകളാണ്. കേരളത്തിൽ നിലവിൽ എത്ര വനിതാ ജയിലുകളാണ്? 3 വനിതാ ജയിലുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. എവിടേക്കാണെന്ന് നോക്കാം. വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തിരുവനന്തപുരം, വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം വിയൂര്, വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം കണ്ണൂർ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. കേരളത്തിൽ എന്താണ് കേരളത്തിലെ വനിതാ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ്. എവിടേക്കാണ്? തിരുവനന്തപുരം, വിയൂര്, കണ്ണൂര്. തിരുവനന്തപുരം, വിയൂര്, കണ്ണൂര്. അപ്പോൾ വുമൺ പ്രിസൺ, അതായത് കേരളത്തിലെ വനിതാ ജയിലുകളിൽ തടവുകാരുടെ പ്രത്യേകത എന്താണ്? അതായത് വനിതാ ജയിലുകളിൽ കൊണ്ടിടുന്ന തടവുകാർ ആരൊക്കെയാണ്? ശിക്ഷാ കാലാവധി പരിഗണിക്കാതെ വനിതകളായ എല്ലാ ശിക്ഷാ തടവുകാരെയും റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നതിനായിട്ടുള്ള സ്ഥാപനമാണ് വനിതാ ജയിൽ എന്ന് പറയുന്നത്. നമ്മൾ വനിതാ കുറ്റവാളികളെ പാർപ്പിക്കുന്നതാണല്ലോ വനിതാ ജയില്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം ഞാൻ, കേരളത്തിലെ വനിതാ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 3 വനിതാ ജയിലുകളാണുള്ളത്. എവിടേക്കാണ്? തിരുവനന്തപുരം, വിയൂര്, കണ്ണൂര് കേട്ടോ. അടുത്ത പോയിന്റ്, കേരളത്തിൽ ആകെ എത്ര ഹൈ സെക്യൂരിറ്റി ജയിലുകളാണ് ഉള്ളതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. കേരളത്തിൽ ആകെ ഒന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ. കേരളത്തിലെ ആദ്യത്തെ, അതായത് കേരളത്തിൽ തന്നെ ആകെ എത്ര ഹൈ സെക്യൂരിറ്റി ജയിലുകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതായത് സംസ്ഥാനത്തെ ആദ്യത്തെ അതിസുരക്ഷാ ജയിലാണ് കേട്ടോ. കേരളത്തിലെ ഏക ഹൈ സെക്യൂരിറ്റി പ്രിസൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വിയൂരാണ്. തൃശ്ശൂരിലെ വിയൂരാണ്. പഠിച്ചു വെക്കണേ. കേരളത്തിലെ ഏക ഹൈ സെക്യൂരിറ്റി പ്രിസൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിയൂർ, തൃശ്ശൂരാണ് കേട്ടോ. വിയൂർ, തൃശ്ശൂരാണ്. അതിസുരക്ഷാ ജയിൽ എന്നാണ് അതിന്റെ മലയാളം പറയുന്നത്. അപ്പം ഈ ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്നാണ് നിലവിൽ വന്നത്, അതായത് എന്നാണ് ആരംഭിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2019 ജൂലൈ 3 ഈ ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസൺ ആരംഭിച്ചത്. നമുക്കറിയാം ഹൈ സെക്യൂരിറ്റി പ്രിസൺ ജയിലുകളിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരൊക്കെയാണ്? അപകടകാരികളായിട്ടുള്ള തടവുകാര്, തീവ്രവാദികള്, രാജ്യദ്രോഹ തടവുകാര്, അതുപോലെ തന്നെ മാവോയിസ്റ്റ് കേസ് പ്രതികള്. നമുക്കറിയാം എന്താണ് ഹൈ സെക്യൂരിറ്റി കൊടുക്കേണ്ട തടവുകാർ ആരൊക്കെയായിരിക്കും? നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒന്നെങ്കിൽ രാജ്യത്തിനെതിരെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ അപകടകാരികളായിട്ടുള്ള തടവുകാർ, തീവ്രവാദികള്, രാജ്യദ്രോഹ തടവുകാര്, അതുപോലെ തന്നെ മാവോയിസ്റ്റ് കേസ് പ്രതികൾ എന്നിവരൊക്കെയാണ് ആ ഒരു ജയിലിലോട്ട് വരുന്നത്, ജയിലിൽ പാർപ്പിക്കേണ്ടതായിട്ട് വരുന്ന തടവുകാരായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പഠിച്ചു വെക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു കേരളത്തിലെ ആകെ ഒരു ഏക ഹൈ സെക്യൂരിറ്റി പ്രിസൺ ആണ് വിയൂര്, തൃശ്ശൂരിലുള്ളത്. ആ ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസന്റെ ശേഷി എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 600 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ അഥവാ അതീവ സുരക്ഷാ ജയിലിൽ 600 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ 192 സെല്ലുകളുള്ള 3 നിലകളുള്ള കെട്ടിടമാണിത് കേട്ടോ. അപ്പൊ നമ്മുടെ ഹൈ സെക്യൂരിറ്റി പ്രിസന്റെ പ്രത്യേകത എന്താണ്? 600 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. 192 സെല്ലുകളുള്ള 3 നിലകളുള്ള കെട്ടിടമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞു വെക്കണം. ഫസ്റ്റ്, ബോഡി സ്കാനർ ഉണ്ട്. ഈ ഒരു ജയിലിൽ ബോഡി സ്കാനർ ഉണ്ട്. അതായത് തടവുകാരുടെ ശരീര പരിശോധനയ്ക്കായി അത്യാധുനിക ബോഡി സ്കാനർ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബയോമെട്രിക് സിസ്റ്റം ഉണ്ട്. ജീവനക്കാരുടെ പ്രവേശനത്തിന് ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ലോക്ക് ഉണ്ട്. CCTV നിരീക്ഷണം. എല്ലാ സെല്ലുകളിലും പരിസരങ്ങളിലും CCTV ക്യാമറകൾ. പ്രത്യേക സെല്ലുകൾ. ഒരു സെല്ലിലെ അന്തേവാസിക്ക് മറ്റുള്ളവരെ കാണാൻ കഴിയാത്ത രീതിയിലാണ് സെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് അപകടകാരികളായിട്ടുള്ള തടവുകാരാണല്ലോ ഈ ഒരു ജയിലിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെല്ല് അവർ മാത്രമേ ചിലപ്പം കാണത്തുള്ളൂ. മറ്റ് സെല്ലുള്ള ആളെ കാണാനും സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ അവരെ 24 hours നിരീക്ഷിക്കാൻ CCTV ക്യാമറകളുണ്ട്, ബയോമെട്രിക് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ബോഡി സ്കാനർ. എല്ലാം ഹൈ സെക്യൂരിറ്റി ആയിട്ടാണ് ആ ഒരു അതീവ സുരക്ഷാ ജയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ പറയാം, കേരളത്തിൽ ആകെ എത്ര ഹൈ സെക്യൂരിറ്റി ജയിലുകളാണുള്ളത്? ആകെ ഒരെണ്ണമാണുള്ളത്. കേരളത്തിലെ ഏക ഹൈ സെക്യൂരിറ്റി പ്രിസൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിയൂർ, തൃശ്ശൂരാണ്. എന്നാണ് ആരംഭിച്ചത്? 2019 ജൂലൈ 3 ഹൈ സെക്യൂരിറ്റി പ്രിസൺ ജയിലുകളിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണ്? അപകടകാരികളായിട്ടുള്ള തടവുകാർ,
തീവ്രവാദികൾ, രാജ്യദ്രോഹ തടവുകാർ, മാവോയിസ്റ്റ് കേസ് പ്രതികൾ. ഇതിന്റെ ശേഷി എത്രയാണ്? ഈ ഹൈ സെക്യൂരിറ്റി പേഴ്സന്റെ 600 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ഘടന എന്ന് പറയുന്നത് 192 സെല്ലുകളുള്ള 3 നിലകളുള്ള കെട്ടിടമാണ്. അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളായിട്ട് വരുന്നത് ബോഡി സ്കാനർ ഉണ്ട്, ബയോമെട്രിക് സിസ്റ്റം ഉണ്ട്, CCTV നിരീക്ഷണമുണ്ട്, പിന്നെ പ്രത്യേക സെല്ലുകളുണ്ട്. അതായത് ഒരു സെല്ലിലെ അന്തേവാസിക്ക് മറ്റുള്ളവരെ കാണാൻ കഴിയാത്ത രീതിയിലാണ് സെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റിലോട്ട് പോവാം. കേരള ജയിൽ വകുപ്പിന് കീഴിൽ എത്ര ബോസ്റ്റൺ സ്കൂളുകളാണ് ഉള്ളതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതും ഒന്നേ ഉള്ളൂ കേട്ടോ. കേരള ജയിൽ വകുപ്പിന് കീഴിൽ എത്ര ബോസ്റ്റൽ സ്കൂളുകളാണ് ഉള്ളത്? ആകെ ഒരു ബോസ്റ്റൽ സ്കൂളുകളെ ഉള്ളൂ കേട്ടോ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൃക്കാക്കരയാണ്, എറണാകുളം തൃക്കാക്കരയിലാണ്. അപ്പോൾ പഠിച്ചു നോക്കണം. കേരള ജയിൽ വകുപ്പിന് കീഴിലുള്ള എത്ര ബോസ്റ്റൽ സ്കൂളുകളാണുള്ളത്? ആകെ ഒരെണ്ണമാണ്. അതെവിടെയാണ്? തൃക്കാക്കരയിലാണ് ബോസ്റ്റൽ സ്കൂൾ ഉള്ളത്. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ്. അതായത് 1995 കണ്ണൂരിൽ നിന്ന് ഇത് തൃക്കാക്കരയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബോസ്റ്റൽ സ്കൂള് ആദ്യം എവിടെയായിരുന്നു ഉള്ളത്? കണ്ണൂരിലാണ് ഉള്ളത്. 1995 കണ്ണൂരിൽ നിന്ന് ഇത് തൃക്കാക്കരയിലേക്ക് മാറ്റിയത്. അപ്പൊ പഠിച്ചു വെക്കണം എന്താണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരായ കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായിട്ടുള്ള സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോഴല്ലേ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരായ കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായിട്ടുള്ള സ്ഥാപനമാണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ്. അതോടൊപ്പം തന്നെ ഇത് 5/8/1995 കണ്ണൂരിൽ നിന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് 18നും 21നും വയസ്സിന് പ്രായമുള്ള കൗമാര കുറ്റവാളികളെ കൗമാര തടവുകാരെ പാർപ്പിക്കുന്നതിനായിട്ടുള്ള സ്ഥാപനമാണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടാണ്, 16 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളവരെ താമസിപ്പിക്കേണ്ട സ്ഥാപനമാണ് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞത് കേട്ടോ. അതൊന്നും അറിഞ്ഞിരിക്കണേ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. 16 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ കുറ്റം ചെയ്യുന്ന കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥാപനമാണ് പ്ലേസ് ഓഫ് സേഫ്റ്റി. ഇവിടെ എന്താണ്? 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ബോസ്റ്റൽ സ്കൂൾ. കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കര, എറണാകുളമാണ് കേട്ടോ. ഇത്ര അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആകെ എത്ര ജില്ലാ ജയിലുകളാണുള്ളത്? കേരളത്തിൽ ആകെ 13 ജില്ലാ ജയിലുകളാണ് ഉള്ളത്. കണക്ട് ചെയ്ത് പഠിച്ചോണേ. അപ്പൊ നമുക്കറിയാം കേരളത്തില് ടോട്ടൽ 14 ജില്ലകളാണുള്ളത് അല്ലെ. ടോട്ടൽ 14 ജില്ലകളാണുള്ളത്. പക്ഷേ നമ്മുടെ ജില്ലാ ജയിലുകളുടെ എണ്ണം 13 എണ്ണമാണ്. കണക്ട് ചെയ്തോണം, ഒന്ന് മൈനസ് ചെയ്തോണം. അപ്പൊ ഏത് ജില്ലയാണ് ഇല്ലാത്തതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. നമ്മുടെ ഈ ഒരു ജില്ലാ ജയിലുകളിൽ മലപ്പുറം ജില്ലയിൽ ജില്ലാ ജയിൽ ഇല്ല കേട്ടോ. കണക്ട് ചെയ്ത് പഠിച്ചോണേ. മലപ്പുറം ജില്ലയിൽ ജില്ലാ ജയിൽ ഇല്ല. അപ്പൊ കേരളത്തിലെ ആകെ എത്ര ജില്ലാ ജയിലുകളാണുള്ളത്? 13 ജില്ലാ ജയിലുകളാണുള്ളത്. അതിൽ മലപ്പുറം ജില്ലയിൽ ജില്ലാ ജയിലുകൾ ഇല്ല. അത് കണക്ട് ചെയ്തോണം. മലപ്പുറം ജില്ലയിൽ ജില്ലാ ജയിലുകൾ ഇല്ല. അപ്പൊ എന്താണ് ജില്ലാ ജയിലുകളിൽ പാർപ്പിക്കുന്ന കുറ്റവാളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥാപനമാണ് ജില്ലാ ജയിൽ. അപ്പൊ ജില്ലാ ജയിലിന്റെ പ്രത്യേകത എന്താണ്? 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് ജില്ലാ ജയിൽ. ഞാൻ ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ആകെ എത്ര ജില്ലാ ജയിലുകളാണുള്ളത്? 13 ജില്ലാ ജയിലുകളാണുള്ളത്. അതിൽ മലപ്പുറം ജില്ലയിൽ ജില്ലാ ജയിൽ ഇല്ല. ജില്ലാ ജയിലിന്റെ പ്രത്യേകത എന്താണ്? 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് ജില്ലാ ജയിൽ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം. അടുത്തത്, കേരളത്തിൽ ആകെ എത്ര സ്പെഷ്യൽ സബ് ജയിലുകൾ ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 16 സ്പെഷ്യൽ സബ് ജയിലുകളാണ് കേരളത്തിൽ ആകെ ഉള്ളത് കേട്ടോ. കേരളത്തിലെ ആകെ എത്ര സ്പെഷ്യൽ സബ് ജയിലുകളാണുള്ളത്? 16 സ്പെഷ്യൽ സബ് ജയിലുകളാണുള്ളത്. അപ്പൊ ഈ സ്പെഷ്യൽ സബ് ജയിലുകൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? സ്പെഷ്യൽ സബ് ജയിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ നമ്മൾ എന്താണ് പഠിച്ചത്? ജില്ലാ ജയിലിൽ പഠിച്ചത് 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയാണ് പഠിച്ചത്. അപ്പം സ്പെഷ്യൽ സബ് ജയിലിൽ പഠിച്ചത് എന്താണ്? സ്പെഷ്യൽ സബ് ജയിലുകൾ 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് കേട്ടോ. ഇനി അടുത്തത്,
ആകെ എത്ര സബ് ജയിലുകളുണ്ട്? കേരളത്തിലാകെ 16 സബ് ജയിലുകളാണ് ഉള്ളത് കേട്ടോ. കേരളത്തിലാകെ 16 സബ് ജയിലുകളാണുള്ളത്. ഇത് ഒഫീഷ്യൽ സൈറ്റിൽ കിടക്കുന്ന കണക്കാണ്. കേരളത്തിലെ 16 സബ് ജയിലുകളുള്ളത്. പ്ലസ് ഒരെണ്ണോടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരെണ്ണോടെ ഉദ്ഘാടനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വെബ്സൈറ്റിൽ ഇതുവരെ വെബ്സൈറ്റിൽ കിടക്കുന്ന കണക്ക് 16 തന്നെയാണ്. അപ്പം ഓപ്ഷൻ ചിലപ്പോൾ 16 17 കണ്ടു കഴിഞ്ഞാലും നിങ്ങളൊന്ന് കറപ്പിച്ചേക്കണം കേട്ടോ. അപ്പം മിക്കവാറും 16 തന്നെ ആയിരിക്കും കാണിക്കുന്നത്. കാരണം ഒഫീഷ്യൽ സൈറ്റിൽ 16 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം. കേരളത്തിലെ ആകെ എത്ര സബ് ജയിലുകളുണ്ട്? 16 സബ് ജയിലുകളുണ്ട്. സബ് ജയിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സബ് ജയിലുകൾ എന്ന് പറയുന്നത്. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചോണേ. ജില്ലാ ജയിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് ജില്ലാ ജയില്. കേരളത്തിലാകെ 13 ജില്ലാ ജയിലുകളുണ്ട്. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ജില്ലാ ജയിലുകൾ ഇല്ലാത്തത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് സ്പെഷ്യൽ സബ് ജയിലുകളാണ്. കേരളത്തിലാകെ 16 സ്പെഷ്യൽ സബ് ജയിലുകളുണ്ട്. സ്പെഷ്യൽ സബ് ജയിലുകളുടെ പ്രത്യേകത എന്താണ്? 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ സബ് ജയിലുകൾ. അതിനുശേഷം പഠിച്ചത് കേരളത്തിലാകെ എത്ര സബ് ജയിലുകളുണ്ട്? 16 സബ് ജയിലുകളാണ് ഉള്ളത്. 16 സബ് ജയിലുകളാണ് ഒഫീഷ്യൽ സൈറ്റ് പ്രകാരം ഉള്ളത്. അതോടൊപ്പം തന്നെ ഒരെണ്ണോടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നിലവിൽ 17 ആണ്. പക്ഷെ ഒഫീഷ്യൽ സൈറ്റിൽ 16 എന്നാണ് കാണിക്കുന്നത്. അപ്പം അത്ര സബ് ജയിലുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സബ് ജയിലുകൾ എന്ന് പറഞ്ഞ പ്രത്യേകത എന്താണ്? ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് ഓർ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സബ് ജയിലുകൾ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് നമുക്ക് 6 മാസത്തിന് മുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചല്ലോ. എന്താണ് 6 മാസത്തിൽ കുറവ് 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെ ജില്ലാ ജയിലിൽ പാർപ്പിക്കുന്നത് നമ്മൾ പഠിച്ചു. 3 മാസം വരെ ശിക്ഷ ഉള്ള തടവുകാരെ സ്പെഷ്യൽ സബ് ജയിലിൽ പാർപ്പിക്കുന്നത് നമ്മൾ പഠിച്ചു. 1 മാസം വരെയുള്ള തടവുകാരെ സബ് ജയിലിൽ പാർപ്പിക്കുന്നത് നമ്മൾ പഠിച്ചു. അത് ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്? 6 മാസത്തിന് മുകളിൽ കുറ്റം ചെയ്തവരെ, 6 മാസത്തിന് മുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെ സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. 6 മാസത്തിന് മുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നു. അടുത്ത പോയിന്റ്, സബ് ജയിലിലെ സ്പെഷ്യൽ സബ് ജയിൽ, ജില്ലാ ജയിൽ എന്നിവിടങ്ങളിൽ തിരക്ക് കൂടുതലാണെങ്കിൽ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെ സെൻട്രൽ ജയിലുകളിലും പാർപ്പിക്കാറുണ്ട്. അതുകൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ സബ് ജയില്, സ്പെഷ്യൽ സബ് ജയില്, ജില്ലാ ജയില് എന്നിവിടങ്ങളിലൊക്കെ തിരക്ക് കൂടുതലാണ്. അതായത് അളവിൽ കൂടുതൽ ആൾക്കാർ വരുവാണെങ്കിൽ, ജയില് അവരുടെ ശേഷിയിൽ കൂടുതൽ ആൾക്കാർ കൂടുതൽ വരുവാണെങ്കിൽ റിമാൻഡ് ഓർ ഈ സബ് ജയില്, സ്പെഷ്യൽ സബ് ജയില്, ജില്ലാ ജയില് എന്നിവിടങ്ങളിൽ തിരക്ക് കൂടുതലാണെങ്കിൽ റിമാൻഡ് ഓർ വിചാരണ തടവുകാരെ സെൻട്രൽ ജയിലുകളിലും പാർപ്പിക്കാറുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യ ജയിൽ ട്രെയിനിങ് സ്കൂൾ എവിടെയാണ്? പൂജപ്പുര, തിരുവനന്തപുരത്താണ്. 1957 സ്ഥാപിച്ചത് കേട്ടോ. കേരളത്തിലെ ആദ്യ ജയിൽ ട്രെയിനിങ് സ്കൂൾ എവിടെയാണ്? പൂജപ്പുര, തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ്. 1957 ജയിൽ ട്രെയിനിങ് സ്കൂൾ സ്ഥാപിച്ചത്. 1988 ഈ ഒരു ജയിൽ ട്രെയിനിങ് സ്കൂളിന്റെ പേര് മാറ്റി ഇപ്പൊ നിലവിലെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. സിക്ക എന്ന് പറയും. SICA, സിക്ക എന്ന് പറയും. പരീക്ഷയ്ക്ക് ചോദിക്കാം നിലവിലെ കേരള ജയിൽ ട്രെയിനിങ് സ്കൂളിന്റെ പേരെന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ, സിക്ക എന്നും അറിയപ്പെടുന്നു കേട്ടോ. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ. ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്, ഇനി വരുന്ന നമ്മളെ ഈ ഒരു ക്ലാസ് കാണുന്ന കൂട്ടുകാരായിക്കോട്ടെ, ഇത് നിങ്ങൾക്ക് മുമ്പിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഖാദി ബോർഡ്, LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി പരീക്ഷകളാണ് വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള 1 hour ലൈവ് സെക്ഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സസ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, അതോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം പരീക്ഷകൾ ഫോക്കസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ഒരു ബാച്ചാണ്. അതായത് 6 മാസത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ഒരു ബാച്ചാണ്. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ പഠിച്ച് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സോടെ പഠിച്ചു പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ പക്കാ തരുന്നു. ഇനി വരുന്ന പരീക്ഷകൾ 20ഉം 10ഉം മാർക്കുകളൊക്കെയാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കുന്നത്. ആ മുഴുവൻ മാർക്ക് ഞാൻ അഷ്വർ ചെയ്യുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം.
അടുത്ത പോയിന്റ്, സംസ്ഥാന ജയിൽ വകുപ്പ് 3 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ദക്ഷിണ മേഖല, മധ്യമേഖല, വടക്കൻ മേഖല. കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സംസ്ഥാന ജയിൽ വകുപ്പ് 3 മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ദക്ഷിണ മേഖല, മധ്യമേഖല, വടക്കൻ മേഖല. അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. കേരള പ്രിസൺസ് റൂൾസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 1958 പഠിച്ചു വെക്കണേ. കേരള പ്രിസൺസ് റൂൾസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 1958. ആധുനിക തെറ്റുതിരുത്തൽ ആശയങ്ങളെ അടിസ്ഥാനമാക്കി കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് രൂപീകരിക്കപ്പെട്ടത് 2010 കേട്ടോ. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചോണേ. കേരള പ്രിസൺസ് റൂൾസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 1958. ആധുനിക തെറ്റുതിരുത്തൽ ആശയങ്ങളെ അടിസ്ഥാനമാക്കി കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് രൂപീകരിക്കപ്പെട്ടത് 2010. അടുത്ത പോയിന്റ്, 2010 കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ടിൽ കൗമാരപ്രായത്തിലുള്ള കുറ്റവാളിക്ക് നൽകിയിരിക്കുന്ന നിർവചനം എന്താണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. 8 വയസ്സിൽ കുറയാത്തതും 21 വയസ്സിൽ കൂടാത്തതുമായ കുറ്റവാളിയാണ്. പഠിച്ചു വെക്കണേ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കണം. ഒരു മിനിറ്റ്. എട്ടല്ല 18 സോറി 18. അപ്പം പഠിച്ചു വെക്കണം. കൗമാരപ്രായത്തിലുള്ള കുറ്റവാളിക്ക് നൽകിയിരിക്കുന്ന നിർവചനം എന്താണ്? 18 വയസ്സിൽ കുറയാത്തതും എന്നാൽ 21 വയസ്സിൽ കൂടാത്തതുമായ കുറ്റവാളിയാണ്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം, ഈ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ടിലെ കൗമാരപ്രായത്തിലുള്ള കുറ്റവാളിക്ക് നൽകിയിരിക്കുന്ന നിർവചനം എന്താണെന്ന് ചോദിക്കാം. അപ്പൊ എന്താണ്? 18 വയസ്സിലാണ്. 8അല്ല 18. 18 വയസ്സിൽ കുറയാത്തതും 21 വയസ്സിൽ കൂടാത്തതുമായ കുറ്റവാളിയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു പ്രായപൂർത്തിയായ തടവുകാരൻ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രായപൂർത്തിയായ തടവുകാരൻ എന്ന് പറയുന്നത് 21 വയസ്സിൽ കൂടുതലുള്ള തടവുകാരനാണ്. പഠിച്ചു വെക്കണം. 18 വയസ്സിനും 21 വയസ്സിൽ കൂടാത്തതുമായിട്ടുള്ള കുറ്റവാളിയാണ് കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയായ തടവുകാരൻ എന്ന് പറയുന്നത് 21 വയസ്സിൽ കൂടുതലുള്ള തടവുകാരനെയാണ്. കണക്ട് ചെയ്ത് പഠിച്ചോണേ. അടുത്ത പോയിന്റ്, ഒരു തടവുകാരന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. മതവിശ്വാസം തുടരുന്നതിന്, മതിയായ ആഹാരക്രമത്തിന്, നിയമസേവനം, ശുചിത്വമുള്ള ജീവിത സാഹചര്യം, വൈദ്യസഹായം, ഉപാധികൾക്ക് വിധേയമായ കുടുംബവുമായുള്ള ആശയവിനിമയം. പഠിച്ചു വെക്കണം. ഒരു തടവുകാരന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? മതവിശ്വാസം തുടരുന്നതിന്, മതിയായ ആഹാരക്രമത്തിന്, നിയമസേവനത്തിന്, അതോടൊപ്പം തന്നെ ശുചിത്വമുള്ള ജീവിത സാഹചര്യം, വൈദ്യസഹായം, ഉപാധികൾക്ക് വിധേയമായ കുടുംബമായുള്ള ആശയവിനിമയമാണ്. ഇത്രയുമാണ് ഒരു തടവുകാരന്റെ അവകാശങ്ങളായിട്ട് വന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. ഒരു തടവുകാരന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? മതവിശ്വാസം തുടരുന്നതിന്, മതിയായ ആഹാരക്രമത്തിന്, നിയമസേവനം, ശുചിത്വമുള്ള ജീവിത സാഹചര്യം, വൈദ്യസഹായം, ഉപാധികൾക്ക് വിധേയമായ കുടുംബവുമായുള്ള ആശയവിനിമയം. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്, ജയിൽ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജയിൽ സൂപ്രണ്ട് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പഠിച്ചു വെക്കണം. ജയിൽ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജയിൽ സൂപ്രണ്ട് ആണ്. ജയിൽ അച്ചടക്കം കാത്തു സൂക്ഷിക്കുന്നതിനായി ജയിൽ സൂപ്രണ്ട്, ജോയിന്റ് സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, മെഡിക്കൽ ഓഫീസർ എന്നിവരടങ്ങുന്ന ഒരു സമിതി ഉണ്ടായിരിക്കും. അപ്പൊ പരീക്ഷയ്ക്ക് നമ്മളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ജയിൽ അച്ചടക്കം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ടുള്ള സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരൊക്കെയാണ്? ജയിൽ സൂപ്രണ്ട്, ജോയിന്റ് സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് ജയിൽ അച്ചടക്ക സമിതി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ജയിൽ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജയിൽ സൂപ്രണ്ട് ആണ്. അപ്പൊ ജയിൽ സൂപ്രണ്ട് അടങ്ങുന്ന ജയിൽ അച്ചടക്ക സമിതിയിലുള്ള ആളുകൾ ആരൊക്കെയാണ്? ജയിൽ സൂപ്രണ്ട്, ജോയിന്റ് സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, മെഡിക്കൽ ഓഫീസർ. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്, തടവ് പുള്ളികളെ എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇവരെ പ്രത്യേകമായിട്ടാണ് പാർപ്പിക്കുന്നത്. അപ്പം ഈ ഒരു എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്ന രീതിയിലാണ് തടവുകാരെ തരംതിരിച്ചിരിക്കുന്നത്. അതായത് പ്രതിയുടെ സ്വഭാവം, കുറ്റകൃത്യത്തിന്റെ ഗൗരവം,
പതിവ് കുറ്റവാളിയാണോ അല്ലയോ എന്നതൊക്കെയാണ് ഈ ഒരു എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്നുള്ള ആ തരംതിരിക്കലിനുള്ള മാനദണ്ഡമായിട്ട് വരുന്നത്. പ്രതിയുടെ സ്വഭാവം, കുറ്റകൃത്യത്തിന്റെ ഗൗരവം, പതിവ് കുറ്റവാളി ആണോ അല്ലയോ എന്നതൊക്കെയാണ് അതിന്റെ ഒരു മാനദണ്ഡമായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നോക്കാം നമുക്ക് ഇതിന്റെ എ ക്ലാസ് തടവുകാർ എന്ന് പറയുന്നത് പതിവ് കുറ്റവാളി അല്ലാത്തയാളാണ്. അപ്പൊ എ ക്ലാസ് തടവുകാരുടെ പ്രത്യേകത എന്താണ്? പതിവ് കുറ്റവാളി അല്ലാത്തയാൾ, സൽസ്വഭാവി, ഗുരുതര കുറ്റം ചെയ്തിട്ടില്ലാത്തയാളാണ്. അപ്പൊ എ ക്ലാസ് തടവുകാർ ആരൊക്കെയാണ്? പതിവ് കുറ്റവാളി അല്ലാത്തയാള്, സൽസ്വഭാവി, ഗുരുതരമായ കുറ്റം ചെയ്തിട്ടില്ലാത്തയാള്. അപ്പൊ ബി ക്ലാസ് തടവുകാരോ? ഉയർന്ന സാമൂഹിക പദവിയും ജീവിതശൈലിയും ഉള്ളവരെ ഉൾപ്പെടുത്താം, ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരെ ഉൾപ്പെടുത്താം, സൽസ്വഭാവികളായ പതിവ് കുറ്റവാളികളെയും ഉൾപ്പെടുത്താം എന്നാണ് ബി ക്ലാസ് തടവുകാരെ വരുന്നത്. പിന്നെ സി ക്ലാസ് തടവുകാരെ എന്ന് പറയുന്നത് എ ക്ലാസ് എന്നോ ബി ക്ലാസ് എന്നോ തിരിക്കപ്പെടാത്ത തടവുകാരാണ് സി ക്ലാസ് തടവുകാർ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, മരണശിക്ഷ വിധിക്കപ്പെട്ട ഒരു തടവുകാരനെ യാതൊരുവിധ അവധിക്കോ അകമ്പടിക്കോ സന്ദർശനത്തിനോ അനുവാദമില്ല കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, മരണശിക്ഷ അതായത് വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു തടവുകാരനെ യാതൊരുവിധ അവധിക്കോ അകമ്പടി സന്ദർശനത്തിനോ അനുവാദമില്ല എന്നാണ് ഒരു ചട്ടപ്രകാരം പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരോൾ എന്നത്. പരോള് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പരോൾ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് വന്നത്. അപ്പം പരോൾ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് വന്നത്. പരോൾ അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് കേട്ടോ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പരോൾ അനുവദിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. തടവുകാർക്ക് നൽകിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പരോളും അവധിയും ഇളവ് ചെയ്യലും എല്ലാം യാതൊരു വിധത്തിലുള്ള ശിക്ഷയുടെ 1/3 കൂടരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പഠിച്ചു വെക്കണം, എന്താണ് തടവുകാർക്ക് നൽകിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പരോളും അവധിയും ഇളവ് ചെയ്യലും എല്ലാം യാതൊരു വിധത്തിലും ശിക്ഷയുടെ 1/3 കൂടരുത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പരോളിൽ പോയ തടവുകാരൻ നിശ്ചിത സമയത്ത് ജയിലിൽ ഹാജരാകാതിരുന്നാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 2 വർഷം വരെ ആകാവുന്ന കാലയളവിലേക്കുള്ള തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ലഭിക്കാവുന്ന ശിക്ഷയാണ് കേട്ടോ. അത് സെക്ഷൻ 75 പറയുന്നത്. ഈ ഒരു സെക്ഷൻ ഓർത്തു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചു വെച്ചോളൂ, സെക്ഷൻ 75 പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് സെക്ഷൻ 75? എന്താണ്? പരോളിൽ പോയ തടവുകാരൻ നിശ്ചിത സമയത്ത് ജയിലിൽ ഹാജരാകാതിരുന്നാൽ ലഭിക്കാവുന്ന ശിക്ഷയാണ്. എന്താണ് ആ ശിക്ഷ? 2 വർഷം വരെ ആകാവുന്ന കാലയളവിലേക്കുള്ള തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. എന്താണ്? പരോളിൽ പോയ തടവുകാരൻ നിശ്ചിത സമയത്തിനുള്ളിൽ ജയിലിൽ ഹാജരാകാതിരുന്നാലുള്ള ശിക്ഷയാണ് ഇത് പറയുന്നത് കേട്ടോ. അതിന്റെ ഉള്ള സെക്ഷനാണ് സെക്ഷൻ 75 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, പരോൾ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് പരോൾ എന്ന പദം വന്നത്. പരോൾ അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. തടവുകാർക്ക് നൽകിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പരോളും അവധിയും ഇളവ് ചെയ്യലും എല്ലാം യാതൊരു വിധത്തിലും ശിക്ഷയുടെ 1/3 കൂടരുത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സെക്ഷൻ 75 എന്താണ്? പരോളിൽ പോയ തടവുകാരൻ നിശ്ചിത സമയത്ത് ജയിലിൽ ഹാജരാകാതിരുന്നാൽ ലഭിക്കാവുന്ന ശിക്ഷയാണ്. എന്താണ്? 2 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ലഭിക്കാവുന്നതാണ് ഈ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ. അതിന്റെ സെക്ഷനാണ് സെക്ഷൻ 75. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, കാലാവധി തീരുന്നതിന് മുമ്പ് ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാരനെ മോചിപ്പിക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിനാണ്. പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കണം. കാലാവധി തിരിയുന്നതിന് മുമ്പ് ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാരനെ മോചിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാണ്? സംസ്ഥാന സർക്കാരുകൾക്കാണ്. തടവുകാരുടെ പരാതികളോ നിവേദനം സ്വീകരിച്ച് നടപടിയെടുക്കേണ്ട പരാതി പരിഹാര സമിതി യോഗം ചേരേണ്ടത് 3 മാസത്തിൽ ഒരിക്കലാണ്. പരീക്ഷയ്ക്ക് നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, തടവുകാരുടെ പരാതികളോ നിവേദനം സ്വീകരിച്ച് നടപടിയെടുക്കേണ്ട പരാതി പരിഹാര സമിതി യോഗം, അതായത് ജയിലിലെ പരാതി പരിഹാര സമിതി യോഗം ചേരേണ്ടത് എത്ര മാസത്തിൽ ഒരിക്കലാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എത്രയാണ്? 3 മാസത്തിൽ ഒരിക്കലാണ് ചേരേണ്ടത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, ജയിലിലെ പരാതി പരിഹാര സമിതി യോഗം ചേരേണ്ടത് 3 മാസത്തിൽ ഒരിക്കലാണ് കേട്ടോ. അപ്പൊ ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പോയിന്റ്, ജയിലുകളിലെ ജോലികളെ വിദഗ്ധ ജോലി എന്നും അവിദഗ്ധ ജോലി എന്നും തരംതിരിച്ചിട്ടുണ്ട്. വിദഗ്ധ ജോലികൾക്ക് വേതനം കൂടുതലാണ്. നമുക്കറിയാം എന്താണ് ജയിലിൽ തടവുകാർക്ക് എന്താണ്, ഇത് നമ്മൾ അടുത്തിടെ ഒരു ന്യൂസിൽ കണ്ടതല്ലേ, അതായത് ജയിലിൽ
ജയിലിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം കൂട്ടി എന്ന് നമ്മൾ ന്യൂസുകളിലൊക്കെ ട്രോളുകളിലും ഒക്കെ കണ്ടതല്ലേ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണം. ജയിലുകളിലെ ജോലികളെ വിദഗ്ധ ജോലിയെന്നും അവിദഗ്ധ ജോലിയെന്നും തരംതിരിച്ചിട്ടുണ്ട്. വിദഗ്ധ ജോലികൾക്ക് വേതനം കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്താ നോക്കാം. തടവുകാർക്ക് ലഭിക്കുന്ന അവധികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സാധാരണ അവധി, അടിയന്തര അവധി, ഹോം ലീവ്. കേട്ടോ, പഠിച്ചു വെക്കണം. തടവുകാർക്ക് ലഭിക്കുന്ന അവധികൾ ഏതൊക്കെയാണ്? സാധാരണ അവധി, അടിയന്തര അവധി, ഹോം ലീവ്. ഒരു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിച്ച നല്ല സ്വഭാവമുള്ള തടവുകാർക്ക് അവരുടെ ശിക്ഷാ കാലയളവിന്റെ 1/3 അല്ലെങ്കിൽ 2 വർഷമോ ഇതിൽ കുറവോ ഏതാണോ അത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ അവധി ലഭിക്കുന്നതാണ്. അപ്പൊ പഠിച്ചു വെക്കണം. 1 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിച്ച നല്ല സ്വഭാവമുള്ള തടവുകാർക്ക് അവരുടെ ശിക്ഷാ കാലയളവിന്റെ 1/3 അല്ലെങ്കിൽ 2 വർഷമോ ഇതിൽ കുറവോ ഏതാണോ അത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ആണ് സാധാരണ അവധി ലഭിക്കുന്നത്. ഒരു തടവുകാരന്റെ ആദ്യത്തെ സാധാരണ അവധി നൽകുന്നത് DGP ഓഫ് പ്രിസൺസ് ആണ്. അപ്പം DGP ഓഫ് പ്രിസൺസ് ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. ഒരു തടവുകാരന്റെ ആദ്യത്തെ സാധാരണ അവധി അനുവദിക്കുന്നത് ആരാണ്? DGP ഓഫ് പ്രിസൺസ് ആണ് അനുവദിക്കുന്നത്. ഒരു തടവുകാരന്റെ ആദ്യത്തെ സാധാരണ അവധിയെ തുടർന്നുള്ള അവധികൾ അനുവദിക്കുന്നത് ജയിൽ സൂപ്രണ്ടാണ്. അപ്പൊ പഠിച്ചു വെക്കണം. ഒരു തടവുകാരന്റെ ആദ്യത്തെ സാധാരണ അവധി അനുവദിക്കുന്നത് DGP ഓഫ് പ്രിസൺസ് ആണെങ്കിൽ ഒരു തടവുകാരന്റെ ആദ്യത്തെ സാധാരണ അവധിയെ തുടർന്നുള്ള അവധികൾ അനുവദിക്കുന്നത് ജയിൽ സൂപ്രണ്ടാണ്. എമർജൻസി അവധി ഒരു തടവുകാരന് അനുവദിക്കുന്നത് നല്ല സ്വഭാവമുള്ള തടവുകാരനാണ്. ഒരു എമർജൻസി അവധി അനുവദിക്കുന്നത് നല്ല സ്വഭാവമുള്ള തടവുകാരനാണ്. അതായത് ഉറ്റ ബന്ധുക്കളുടെ മരണം, രോഗാവസ്ഥ, അതുപോലെ തന്നെ ഉറ്റ ബന്ധുക്കളുടെ വിവാഹം എന്നിവയൊക്കെയാണ് എമർജൻസി അവധിയായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ താമസിക്കുന്ന കെട്ടിടം പൂർണ്ണമായോ ഭാഗികമായോ തകരുമ്പോഴൊക്കെ എമർജൻസി അവധി അനുവദിക്കുന്നതാണ്. എമർജൻസി അവധിക്ക് യോഗ്യനല്ലാത്ത തടവുകാരാരൊക്കെയാണെന്ന് നോക്കാം. ദേശസുരക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാരൻ, പതിവ് കുറ്റവാളികളായി തരംതിരിക്കപ്പെട്ടവർ, അപകടകാരികളായി കണക്കാക്കിയിട്ടുള്ള തടവുകാര്, മാനസിക രോഗാവസ്ഥയിലുള്ളവരും പകർച്ചവ്യാധി ഉള്ളവരും. അപ്പൊ പഠിച്ചു വെക്കണം. എമർജൻസി അവധിക്ക് യോഗ്യനല്ലാത്ത തടവുകാരൊക്കെയാണ്? ദേശസുരക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാരൻ, പതിവ് കുറ്റവാളികളായി തരംതിരിക്കപ്പെട്ടവർ, അപകടകാരികളായി കണക്കാക്കിയിട്ടുള്ള തടവുകാര്, മാനസിക രോഗാവസ്ഥയിലും ഉള്ളവരും പകർച്ചവ്യാധി ഉള്ളവരുമാണ്. അടുത്ത പോയിന്റ്, ജയിൽ സൂപ്രണ്ടിന് ഒരു തടവുകാരന് അനുവദിക്കാവുന്ന പരമാവധി എമർജൻസി അവധി എത്ര ദിവസമാണ്? 10 ദിവസം വരെ അനുവദിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. ജയിൽ സൂപ്രണ്ടിന് ഒരു തടവുകാരന് അനുവദിക്കാവുന്ന പരമാവധി എമർജൻസി അവധി എത്ര ദിവസം വരെയാണ്? 10 ദിവസം വരെ അനുവദിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പോയിന്റ്, ഹോം ലീവ് അനുവദിക്കുന്നത് ആർക്കാണ്? തുറന്ന ജയിലിലെ തടവുകാർക്കാണ്. നമുക്കറിയാം, തുറന്ന ജയിലിൽ താമസിക്കുന്ന ഏത് തടവുകാരായിരിക്കും? ചെറിയ കുറ്റങ്ങൾ ചെയ്ത തടവുകാരും അതുപോലെ തന്നെ നല്ല നടപ്പ്, നല്ല സ്വഭാവമുള്ള തടവുകാരാണ് തുറന്ന ജയിലിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രം ഹോം ലീവ് അനുവദിക്കാൻ സാധിക്കുന്നതാണ്. പഠിച്ചു വെക്കണം. ഹോം ലീവ് അനുവദിക്കുന്നത് ആർക്കാണ്? തുറന്ന ജയിലിലെ തടവുകാർക്കാണ് അനുവദിക്കുന്നത്. അടുത്ത പോയിന്റ്, തടവുകാർക്ക് ഹോം ലീവ് ഉൾപ്പെടെ ഒരു വർഷത്തിൽ എത്ര തവണ സാധാരണ അവധി അനുവദിക്കാം? 5 തവണ അനുവദിക്കാവേ. അപ്പൊ പഠിച്ചു വെക്കണം. തടവുകാർക്ക് ഹോം ലീവ് ഉൾപ്പെടെ ഒരു വർഷത്തിൽ എത്ര തവണ സാധാരണ അവധി അനുവദിക്കാം? 5 തവണ അനുവദിക്കാം. അടഞ്ഞ ജയിലിലെ തടവുകാർക്ക് ഒരു വർഷത്തിൽ 4 തവണയാണ് സാധാരണ അവധി അനുവദിക്കാവുന്നത്. കേട്ടോ, അപ്പൊ ഹോം ലീവ് ഉൾപ്പെടെ ഉള്ളവർക്ക് സാധാരണ അവധി 5 വട്ടം വരെ അനുവദിക്കാം, 5 തവണ വരെ അനുവദിക്കാം. അതോടൊപ്പം തന്നെ അടഞ്ഞ ജയിലിലെ തടവുകാർക്ക് ഒരു വർഷത്തിൽ 4 തവണയാണ് സാധാരണ അവധി അനുവദിക്കുന്നത്. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക ഏതാണ്? വനിതാ ജയിൽ സൂപ്രണ്ടാണ്. പഠിച്ചു വെക്കണം. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക വനിതാ ജയിൽ സൂപ്രണ്ടാണ്. അടുത്ത പോയിന്റ്, തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? 6 വയസ്സ് വരെ പാർപ്പിക്കാവേ. പഠിച്ചു വെക്കണം. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? 6 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു റിവിഷൻ ക്ലാസ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ നമ്മുടെ ഈ ഒരു ക്ലാസ് ഒന്ന് മാക്സിമം ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം മാക്സിമം കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക. അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ കേരള ജയിൽ വകുപ്പിന്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മൾ
നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ പ്ലേലിസ്റ്റിൽ അത് അപ്ലോഡ് ചെയ്ത് കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോളജിയുടെ ക്ലാസ്സസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോളജിയുടെ റിവിഷൻ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. പുതിയ ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.